എന്ത് ഗൈസ് ടെൽ മീ, നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണോ? ഈ പോകുന്ന വഴി കൂടെ ഒക്കെ ലൈവ് മാച്ച് ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ശ്രുതൻ ഇങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ക്രിക്കറ്റ്. പുള്ളി ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് വേറെ എന്തുമേ ഉള്ളൂ. ഇന്ന് എനിക്ക് പിന്നെ അടുക്കള കയറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഇവിടെ റൂവിയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണം നമ്മൾ കൺഫ്യൂഷനാണ് ഞങ്ങൾക്ക്. പക്ഷേ നമ്മളെപ്പോഴും പോകുന്നത് ഒന്നെങ്കിൽ MRA അല്ലെങ്കിൽ കോഴിക്കോടൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നറുക്ക് വീണിരിക്കുന്നത് കോഴിക്കോടൻസിലേക്കാണ്. മുമ്പ് ഇവിടെ ഒരു വെൽക്കം ഡ്രിങ്കായിട്ട് ഈ മുഹബത്ത് കി സർബത്ത് പോലത്തെ സാധനം കിട്ടുമായിരുന്നേ. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കിട്ടുന്ന എന്തോ ലൈമിൻ്റെ എന്തോ സാധനം, ഇതും കൊള്ളാം. പിന്നെ സാലഡ്. വിശപ്പിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറായിരുന്നു കേട്ടോ. ശ്രീകുണ്ട് ഇന്ന് ചോറ് വയ്ക്കാൻ ഭയങ്കര ഒരു പൂതി. എന്നായിക്കോട്ടെ, നെയ്ച്ചോറ് എന്നായിക്കോട്ടെ. പുള്ളി ഒരു ഫ്രൈഡ് റൈസ് വിരോധിയാണ്. എനിക്കാണെങ്കിൽ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനങ്ങ് കോംപ്രമൈസ് ചെയ്തു. കാരണം എനിക്ക് നെയ്ച്ചോറും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറി ഓർഡർ ചെയ്തേ. പിന്നെ കോഴിക്കോടൻസിലെ ചായ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു ചായയും കൂടെ കുടിച്ചു കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ പോകുന്നത് എൻ്റെ ഒരു ഫോൺ കവർ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. എൻ്റെ ഫോൺ കവറിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ഇത് ഞാൻ എൻ്റെ ഐഫോൺ മേടിച്ച സമയത്ത് എങ്ങനെ മേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം 1.5 വർഷം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ പോയി. അവിടെ നിന്ന് എനിക്കും മേടിച്ചു, ശ്രീകുട്ടനും മേടിച്ചു. ഓരോ ഫോൺ കവർ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴും ശങ്കരൻ സ്റ്റിൽ ഓൺ ദ കോക്കനട്ട് ട്രീ. പുള്ളി ഇപ്പോഴും ലൈവ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, വാട്ട് ടു ഡു?